സ്വാശ്രയ മെഡിക്കൽ പ്രവേശന ഫീസ് സംബന്ധിച്ച് സർക്കാരും മാനേജ്മെന്റുകളും തമ്മിൽ ധാരണയായി. മെറിറ്റ് സീറ്റിൽ 20% 25,000 രൂപയും 30% 2.5 ലക്ഷം രൂപയുമാണ് ഫീസ്. BDSന് മെറിറ്റിലെ 6% സീറ്റിൽ 23,000 രൂപയും 14% സീറ്റിൽ 44,000 രൂപയും 30% സീറ്റിൽ 2,10,000 രൂപയും ഫീസ് ഈടാക്കും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ഫീസ് ഘടനയിൽ തീരുമാനമായത്. പുതിയ കരാറിലൂടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാനാകുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ പ്രവേശന ഫീസ് സംബന്ധിച്ച തീരുമാനമായത്. MBBS ഫീസ് നിരക്കിൽ തർക്കം നിലനിന്നിരുന്ന 30% മെറിറ്റ് സീറ്റിൽ 2.5 ലക്ഷം രൂപയായിരിക്കും ഫീസ്. നേരത്തെ ഇത് 1,80,500 രൂപയായിരുന്നു. ബാക്കിയുള്ള 20% മെറിറ്റ് സീറ്റിൽ നിലവിലുള്ള ഫീസായ 25,000 രൂപ തന്നെ തുടരുമെന്നും ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. ഇത്തവണ കൂടുതൽ കോളേജുകൾ സർക്കാരുമായിട്ട് ധാരണയിലാകാൻ സമ്മതിച്ചതോടുകൂടി സർക്കാർ മെറിറ്റ് ആനുകൂല്യം കിട്ടുന്ന കുട്ടികളുടെ എണ്ണം 460ഓളമായി ഇപ്പം വർദ്ധിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് സീറ്റിൽ 11 ലക്ഷം രൂപയും NRI സീറ്റിൽ 15 ലക്ഷം രൂപയും ഫീസായി ഈടാക്കും. നേരത്തെ ഇത് യഥാക്രമം 8.5 ലക്ഷവും 12 ലക്ഷം രൂപ വരെയുമായിരുന്നു. BDSന് മെറിറ്റ് സീറ്റിൽ ത്രിതല ഫീസ് ഘടനയാണ് ഇത്തവണയുണ്ടാവുക. ആദ്യ 6% സീറ്റിൽ 23,000 രൂപയും 14% സീറ്റിൽ 44,000 രൂപയും 30% സീറ്റിൽ 2,10,000 രൂപയുമാണ് ഫീസ്. മാനേജ്മെന്റ് സീറ്റിൽ 5 ലക്ഷവും NRI സീറ്റിൽ 6 ലക്ഷം രൂപയും ഫീസ് ഈടാക്കാനും ചർച്ചയിൽ ധാരണയായി. 13 മെഡിക്കൽ കോളേജുകളാണ് സർക്കാരുമായി ധാരണയിലെത്തിയത്. ബാക്കിയുള്ള 5 കോളേജുകൾ ഉടൻ കരാറിന് തയ്യാറാകുമെന്ന് കരുതുന്നതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം 6 കോളേജുകൾ മാത്രമാണ് സർക്കാരുമായി കരാർ ഒപ്പിട്ടിരുന്നത്. മാനേജ്മെന്റുകൾ ഫീസിൽ വലിയ വർധനവ് ആവശ്യപ്പെട്ടെന്നും എന്നാൽ മുഖ്യമന്ത്രി അത് അനുവദിക്കാനാകില്ലെന്ന് ഉറച്ച നിലപാടെടുക്കുകയായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാണ് ഫീസിൽ ധാരണയിലെത്തിയതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കരാർ ഉണ്ടാക്കാൻ സാധിച്ചത്. നേരത്തെ 3 തവണ സർക്കാരും മാനേജ്മെന്റുകളുമായി നടന്ന ചർച്ചയിൽ ഫീസ് സംബന്ധിച്ച ധാരണയുണ്ടാവാത്തതിനെ തുടർന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടൻ ശ്രീജിത്ത് രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റപ്പാലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളെ അപമാനിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒറ്റപ്പാലം ലക്കടിയിൽ കാറിലെത്തിയ ഒരാൾ സ്കൂൾ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. കാറിലിരുന്ന് നഗ്നത പ്രദർശിപ്പിക്കുകയും അശ്ലീലാംഗ്യം കാണിക്കുകയും ചെയ്തു. കുട്ടികൾ സ്കൂൾ പ്രിൻസിപ്പലിനെ വിഷയം അറിയിച്ചു. തുടർന്ന് പ്രിൻസിപ്പലാണ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പോലീസ് കുട്ടികളുടെ വിശദമായ മൊഴിയെടുത്തു. കാർ ശ്രീജിത്ത് രവിയുടേതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ പാലക്കാട് പല്ലസനയിലെ മീൻകുളത്തി ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന ബഷീറിന്റെ പ്രേമലേഖനങ്ങൾ എന്ന സിനിമാ ലൊക്കേഷനിലെത്തി ശ്രീജിത്ത് രവിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒറ്റപ്പാലം SI ആദംഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശ്രീജിത്ത് രവിയെ കസ്റ്റഡിയിലെടുത്തത്. ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തിച്ചയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാർത്തകൾ തുടർന്നു. VT ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി KC അബു. മുട്ടയിൽ നിന്ന് വിരിയും മുൻപ് സൗഭാഗ്യങ്ങൾ കിട്ടിയ വ്യക്തിയാണ് VT ബൽറാം എന്ന് KC അബു. പുതിയ തലമുറ മോശമായതുകൊണ്ടാണ് പഴയ തലമുറ ഇപ്പോഴും തുടരുന്നതെന്നും KC അബു പറഞ്ഞു. കോൺഗ്രസിൽ ഏതെങ്കിലും ഗ്രൂപ്പ് മാനേജർമാരുടെ കാല് പിടിച്ചെങ്കിലേ അവസരം കിട്ടൂ എന്ന അഭിപ്രായം എനിക്കില്ല. മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് വലിയ അവസരവും സൗഭാഗ്യവും ലഭിച്ചവർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അവർക്ക് അങ്ങനെ അവസരം കിട്ടിയത് എന്നും എനിക്കറിയില്ല. KSU യൂത്ത് കോൺഗ്രസ് ഒരു വന്ധ്യംകരിക്കപ്പെട്ട പ്രസ്ഥാനമൊന്നുമല്ല. അത് വളരെ ചെറിയ പ്രായത്തിൽ വലിയ സൗഭാഗ്യം ഒക്കെ ലഭിച്ചവർക്ക് ഈ ആനപ്പുറത്ത് കയറി നിൽക്കുമ്പോൾ തോന്നുന്ന ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. കേരള സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് നിയമന ക്രമക്കേട് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ഹൈക്കോടതി റദ്ദാക്കി. കുറ്റപത്രത്തിൽ അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇത് റദ്ദാക്കിയത്. കേസ് വീണ്ടും അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് B. കെമാൽ പാഷ ഉത്തരവിട്ടു.